ഹായ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിന്റെ ലാസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ലെറ്റ് us കണ്ടിന്യൂ ഇറ്റ്. ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle and AB is a diameter. C is a point on the circle. First question is to compute angle ACB. ആംഗിൾ ACB ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആംഗിൾ ACB ഈ രണ്ട് ആംഗിൾസിന്റെ സം ആയിരിക്കും അല്ലേ. അതായത് ആംഗിൾ OCBയുടെയും ആംഗിൾ OCAയുടെയും സമ്മാണ് ആംഗിൾ ACB. രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ആംഗിൾ OCB കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ട്രയാംഗിൾ OBC നമുക്ക് കൺസിഡർ ചെയ്യാം. OB and OC are equal. Why OB and OC are equal? Because they are radii of the same circle. OB and OC are equal in a triangle. If two sides are equal, angles opposed to equal sides are also equal. Therefore, angle opposed to OB. What is the angle opposed to OB? Angle OCB. And angle opposed to OC. OC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ അത് ആംഗിൾ OBC ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസ് ആംഗിൾ OCBയും ആംഗിൾ OBCയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇൻ ട്രയാംഗിൾ OBC സം ഓഫ് ദ ത്രീ ആംഗിൾ ഈസ് 180 ഡിഗ്രി. അതായത് ആംഗിൾ BOC പ്ലസ് ആംഗിൾ OCB പ്ലസ് ആംഗിൾ OBC സം ഓഫ് ദിസ് ത്രീ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ആംഗിൾ BOC given as 50 ഡിഗ്രി plus angle OCB plus angle OBC 180 degree. Take this 50 degree to right side. We get angle OCB plus angle OBC as 180 minus 50 130 കിട്ടും. ഇനി ഈ ആംഗിൾ OCBയും ആംഗിൾ OBC ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് ഓരോന്നും എത്രയായിരിക്കും? ഇനി ഈ ആംഗിൾ OCBയും OBCയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അതിന്റെ സം 130 ഡിഗ്രിയാണ്. അതായത് സം ഓഫ് ടു ഈക്വൽ ആംഗിൾ ഈസ് 130 ഡിഗ്രി. സോ ഈച്ച് ആംഗിൾ ഈസ് ആംഗിൾ OCB is equal to angle OBC is equal to 130/2 is equal to 65 ഡിഗ്രി. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ അതായത് ഈ ആംഗിൾ OCB I got as 65 ഡിഗ്രി. ഈ ആംഗിൾ എനിക്ക് 65 ഡിഗ്രി കിട്ടി. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് ആംഗിൾ OCA ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ OCA കാണാൻ വേണ്ടി ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഇൻ ട്രയാംഗിൾ AOC consider triangle AOC. We can easily find out angle AOC. Angle AOC എത്രയായിരിക്കും? ഇത് 50 ഡിഗ്രി, ഇതിന്റെ രണ്ടിന്റെ സം 180 ലീനിയർ പെയർ. So since this is 50 degree, angle AOC is 180 minus 50 ആയിരിക്കും. Reason linear pair. Sum of the pairs of angles formed on a straight line is 180 degree. ഈ ആംഗിൾ AOC 130 ഡിഗ്രി കിട്ടും. ഈ ആംഗിൾ 130 ഡിഗ്രി. ഇവിടെ OAയും OCയും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇൻ ട്രയാംഗിൾ AOC OA and OC are equal because they are radii of the same circle. Radii of same circle. Since OA and OC are equal, angles opposed to them are also equal. Angle opposed to OA, OA യുടെ opposite angle ആണ് angle OCA. This angle. OC യുടെ opposite angle ആണ് angle OAC. ഇനി ഈ മൂന്ന് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ AOC പ്ലസ് ആംഗിൾ OCA plus angle OAC. Sum of these three angles is 180 degree. Angle AOC we got as 130 degree plus angle OCA plus angle OAC. Sum of these three angles is 180 degree. Take this 130 degree to right side. We get angle OCA plus angle OAC is equal to 180 minus 130 50 degree. നമുക്കറിയാം ഈ OCAയും OACയും ഈക്വൽ ആണെന്നറിയാം. Sum of two equal angles is
degree. So each angle is angle OCA is equal to angle OAC is equal to 50/2 ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസ് OCAയും OACയും 25 ഡിഗ്രി നമുക്ക് കിട്ടും. OCA we got as 25 degree. Question is to get angle ACB. Therefore angle ACB is, how to get angle ACB? Angle ACB is sum of these two angles. OCB plus OCA ആയിരിക്കും. ഈ ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളിന്റെ സം ആയിരിക്കും അല്ലേ? ആംഗിൾ OCBയുടെയും ആംഗിൾ OCAയുടെയും സം ആയിരിക്കും. ആംഗിൾ OCB പ്ലസ് ആംഗിൾ OCA ആയിരിക്കും. ആംഗിൾ OCB we got as 65 ഡിഗ്രി. ആംഗിൾ OCB നമുക്ക് 65 ഡിഗ്രി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആംഗിൾ OCA 25 ഡിഗ്രി കിട്ടി. അതായത് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ACB. Questions to get angle ACB. Angle ACB we got as 90 degree. Second question ആണ്, draw another figure like this changing the size of angle COB and calculate angle ACB. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആംഗിൾ COB നമുക്ക് തന്നിരുന്നത് 50 ഡിഗ്രി ആണ്. അത് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും വാല്യൂ എടുത്ത് നമുക്ക് ഏത് കണ്ടുപിടിക്കണം? ആംഗിൾ ACB കണ്ടുപിടിക്കണം. So I am taking angle COB as, instead of 50 degree I take as 60 degree. So I have written here, in triangle BOC, OB and OC are equal. In a triangle if two sides are equal, angles opposite to them are also equal. OB യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ OCB. അതുപോലെ തന്നെ OC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ OBC. ഇനി ട്രയാങ്കിൾ BOCയില് ഈ മൂന്ന് ആംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ COB പ്ലസ് ആംഗിൾ OCB പ്ലസ് ആംഗിൾ OBC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ COB നമ്മൾ 60 ഡിഗ്രി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് ആംഗിൾ OCB പ്ലസ് ആംഗിൾ OBC 180 ഡിഗ്രി. സോ ഈ 60 ഡിഗ്രിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. വി ഗെറ്റ് ആംഗിൾ OCB പ്ലസ് ആംഗിൾ OBC ഈസ് 180 മൈനസ് 60 120 ഡിഗ്രി. ഇവിടെ ആംഗിൾ OCBയും OBCയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. സം ഓഫ് ടു ഈക്വൽ ആംഗിൾ ഈസ് 120 ഡിഗ്രി. സോ ഈച്ച് ഓഫ് ദിസ് 120/2 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിൾ OCB നമുക്ക് 60 ഡിഗ്രി കിട്ടും. ഐ ഹാവ് റിട്ടൺ ഹിയർ ആംഗിൾ AOC എന്തായിരിക്കും? ആംഗിൾ AOC ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ AOC 180 മൈനസ് 60 120 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിൾ AOC കൺസിഡർ ചെയ്യുക. ഇൻ ട്രയാങ്കിൾ AOC ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീസ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. OAയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ OCA, അതുപോലെ തന്നെ OCയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ OAC, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളിന്റെ സം 180 ആയിരിക്കും. ആംഗിൾ AOC പ്ലസ് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC 180 ഡിഗ്രി. ആംഗിൾ AOC we got as 120 ഡിഗ്രി. Substituting that value 120 പ്ലസ് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC 180 ആയിരിക്കും. ഈ 120നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ആംഗിൾ OCA പ്ലസ് ആംഗിൾ OAC is 180 മൈനസ് 120 60 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ OCAയും ആംഗിൾ OAC ഈക്വൽ ആണ് നമുക്ക് കിട്ടിയല്ലേ? അതായത് സം ഓഫ് ടു ഈക്വൽ ആംഗിൾ ഈസ് 60 ഡിഗ്രി. സോ ഈച്ച് ആംഗിൾ ഈസ് 60/2 ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ OCA I got as 30 degree. Question is to get angle ACB. അപ്പോൾ ആംഗിൾ ACB എന്തായിരിക്കും? ആംഗിൾ ACB ഇതിന്റെ രണ്ടിന്റെ സം 30 പ്ലസ് 60 ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ACB we get as 90 ഡിഗ്രി. ഈ കേസിൽ നമ്മൾ ആംഗിൾ 50 ആയിട്ട് എടുത്തപ്പോഴും നമുക്ക് ആംഗിൾ ACB എത്ര തന്നെയാണ് കിട്ടിയത്? 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്, if the end points of a diameter are joined to a point on the circle, what is the angle obtained? അതായത് ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ end points, if AB is the diameter, ഈ ഡയമീറ്ററിന്റെ end points സർക്കിളിലുള്ള ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ.
ഇവിടെ C is a point. Here C is a point on the circle and we joined AC and BC, and in both cases we got angle as 90 degree. അതായത് ഒരു ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് സർക്കിളിലുള്ള ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 31-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ക്വസ്റ്റ്യൻ ഈസ് ദിസ്: ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് AB 7 സെന്റിമീറ്റർ, ആംഗിൾ A 67.5 ഡിഗ്രി, ആംഗിൾ B 15 ഡിഗ്രി വിത്തൗട്ട് യൂസിങ് എ പ്രൊട്രാക്ടർ. ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പ് പ്രോബ്ലത്തിൽ ചെയ്തിരുന്ന പോലെ ഇതിന്റെ ഡബിൾ എടുക്കുക. 67.5 into 2 we get it as 135 ഡിഗ്രി. പക്ഷെ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി വിൽ മേക്ക് യൂസ് ഓഫ് ദ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 135 ഡിഗ്രി വരയ്ക്കാം അല്ലേ? ഈ 135 ഡിഗ്രി സെറ്റ് സ്ക്വയറിൽ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഒരു സെറ്റ് സ്ക്വയറിന്റെ ആംഗിൾസ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണുള്ളത്. ഒന്ന്, ആദ്യത്തെ സെറ്റ് സ്ക്വയർ ഒരു ആംഗിൾ 90 ഡിഗ്രി, ഈ രണ്ട് ആംഗിൾസ് 45. ടോട്ടൽ സം ഈസ് 180 ഡിഗ്രി. രണ്ടാമത്തെ സെറ്റ് സ്ക്വയറിലെ ആംഗിൾസ് ഇതാണ്. ഒന്ന് 90 ഡിഗ്രി, ഈ ആംഗിൾ 60, ഈ ആംഗിൾ 30, ടോട്ടൽ 180. അപ്പൊ ഈ 135 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 90 ഡിഗ്രിയും 45 ഡിഗ്രിയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 135 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് AB 7 സെന്റിമീറ്റർ വരയ്ക്കാം. ലെറ്റ് us draw AB 7 സെന്റിമീറ്റർ. AB 7 സെന്റിമീറ്റർ വരയ്ക്കാം. ഡ്രോ AB 7 സെന്റിമീറ്റർ. AB is drawn 7 സെന്റിമീറ്റർ. ആംഗിൾ A 67.5 ആണ്. ഞാൻ പറഞ്ഞു അതിന്റെ ഡബിൾ എടുത്തിട്ട് ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് 90 ഡിഗ്രിയും 45 ഡിഗ്രിയും ആംഗിൾസ് വരുന്ന സെറ്റ് സ്ക്വയർ ചേർത്ത് വെക്കാം. 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 135 കിട്ടാൻ വേണ്ടി ഈ 90 ഡിഗ്രിയുടെ കൂടെ 45 ഡിഗ്രി ആംഗിൾ ചേർത്ത് വെച്ചാൽ പോരെ. അപ്പോൾ ഇതാണ് 45 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിള് 90യുടെ കൂടെ ചേർത്ത് വെക്കുക. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആംഗിള് 135 ആയിരിക്കും. എന്നിട്ട് ഇവിടെ ആംഗിൾ വരയ്ക്കും. സോ ഡ്രോ ഹിയർ. ദിസ് ഈസ് 90 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് 45. സോ ടോട്ടൽ വിൽ ബി 135. ടോട്ടൽ ആംഗിൾ ഈസ് 135. ഇനി 135 ഡിഗ്രി ആംഗിളിനെ നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് ബൈസെക്ട് ചെയ്യുക. യൂസിങ് കോമ്പസ് ബൈസെക്ട് ദിസ് 135 ഡിഗ്രി. ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യേണ്ട എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സൂട്ടബിൾ ആയ ലെങ്ത് എടുക്കുക, ആർക്ക് വരയ്ക്കുക. ഡ്രോ 2 ആർക്സ് ഓൺ ദിസ് ലൈൻ ആൻഡ് ഓൺ ദിസ് ലൈൻ. ഇനി ഈ ഡിസ്റ്റൻസ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ആർക്കിൽ നിന്ന് വേറൊരു ആർക്ക്, ഡ്രോ അനദർ ആർക്ക് ഹിയർ വിത്തൗട്ട് ചേഞ്ചിങ് ദിസ് ഡിസ്റ്റൻസ്. From this point, cut this arc. ഇനി ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഈ പോയിന്റേയും ജോയിൻ ചെയ്യുക. This is the bisector of 135 ഡിഗ്രി. അതായത് ഈ ഓരോ ആംഗിൾസും എത്ര വെച്ച് വരും? അതിന്റെ പകുതി 67.5 ആയിരിക്കും. ഈ ആംഗിള് ഇതും 67.5 ആയിരിക്കും. ഇനി ആംഗിൾ B 15 ഡിഗ്രിയാണ് അല്ലേ? ആംഗിൾ B 15 ഡിഗ്രിയാണ്. ബട്ട് വി ഡോണ്ട് ഗെറ്റ് 15 ഡിഗ്രി ഫ്രം ദ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ നമുക്ക് 15 ഡിഗ്രി കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡബിള് 15ന്റെ ഡബിള് 30 ഡിഗ്രി എടുക്കുക. എന്നിട്ട് അതിനെ ബൈസെക്ട് ചെയ്താൽ മതി. 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. 30 ഡിഗ്രി. ആംഗിൾ B 15 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. സോ യു ഹാവ് ടു ബൈസെക്ട് ദിസ് 30 ഡിഗ്രി. 30 ഡിഗ്രി ബൈസെക്ട് ചെയ്യണം. കോമ്പസ് ഉപയോഗിച്ച് ബൈസെക്ട് ചെയ്യുക. രണ്ടാർക്ക് ഇവിടെ വരയ്ക്കുക.
ഇവിടെ നിന്ന് another arc here and from this point cut this arc. ജോയിൻ ചെയ്യുക. ഇത് ജോയിൻ ചെയ്തിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. സോ ദിസ് ആംഗിൾ ഈസ് 15 ഡിഗ്രി. ഈ ആംഗിൾ 15 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ലൈനിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഏതായിരിക്കും? സി ആയിരിക്കും. സോ വി ഗോട്ട് ദ റിക്വയർഡ് ട്രയാംഗിൾ എ ബി സി ഇൻ വിച്ച് എ ബി 7 സെന്റിമീറ്റർ, ആംഗിൾ എ 67.5 ആണ്. ട്രയാംഗിൾ എ ബി സിയുടെ ആംഗിൾ ബി 15 ഡിഗ്രി ആണ്. സോ വി ഗോട്ട് എ ട്രയാംഗിൾ സാറ്റിസ്ഫൈങ് ഓൾ ദ ഗിവൺ കണ്ടീഷൻസ്. Hope that all of you understood problems of this chapter. Now we have completed first chapter. Let us start the second chapter in next class. Okay, bye. Meet you in next class.